ഹാപ്പി വിഷു ടു ഓൾ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നൊരു വിഷു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ കണി കാണാൻ വേണ്ടി ഞാൻ ഏട്ടൻ ഇങ്ങനെ പിച്ച വെച്ച് നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ 2 ഷോട്ടിൽ നമ്മുടെ വീഡിയോയ്ക്ക് ചെറുതായിട്ടൊരു ക്വാളിറ്റീൻ്റെ ഇഷ്യൂ ഉണ്ടാവും. സോ എല്ലാവരും അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ക്യാമറ തുടയ്ക്കാൻ വിട്ടുപോയതാണ് രാവിലത്തെ ഉറക്കമപ്പിൽ. അപ്പോൾ അതൊന്നും എല്ലാവരും ഒന്ന് ഇഗ്നോർ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ വിഷുക്കണി. ഞാൻ ക്ലിയർ ആയിട്ട് അതൊന്നുകൂടെ കാണിക്കുന്നതായിരിക്കും. അത് ഒരിക്കലായി സെക്കൻഡ് അങ്ങനെ 30 ഷോട്ട്സ് ഉള്ള അമിട്ട്, അതായത് ആ ഒരു മിസൈലും കൊണ്ട് ദിവസം ഒരു ഗ്രൗണ്ടിലോട്ട് പോവാണ്. എല്ലാ തവണയും നമ്മൾ ഗ്രൗണ്ടിൽ വെച്ചിട്ട് തന്നെയാണ് ഈ ഒരു സംഭവം ചെയ്യാറ്. എല്ലാ തവണയും ഈ ഒരു അമിട്ട് ഉണ്ടാവാറുണ്ട് കേട്ടോ. പടക്കങ്ങളൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫ്രഷപ്പായി. ഇപ്പം ദേ ഏട്ടൻ്റെ ഇന്ന് കൈനീട്ടം മേടിക്കുക കേട്ടോ. സ്വരുവിനെ കൊണ്ട് ഞാൻ കാലി പിടിപ്പിച്ച പോലെ ഏട്ടൻ എന്നെ കൊണ്ടും കാലി പിടിപ്പിക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞ് ഡ്രസ്സ് ചെയ്ത് ഞങ്ങൾ നേരെ താഴോട്ട് പോയി അമ്മയുടെ വിഷുക്കഞ്ഞി കുടിക്കാനായിട്ട്. അമ്മ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ ഫസ്റ്റ് ടൈമാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഏട്ടന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ എനിക്കും ഈ ഒരു വിഷുക്കഞ്ഞി എന്ന് പറയുന്നത് ഭയങ്കര 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 ഇഷ്ടമാണ്. എന്താണെന്നറിയില്ല, വർഷത്തിലൊരിക്കൽ കിട്ടുന്നതുകൊണ്ടാണോ എന്താണെന്നറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ കൂടെ ദേ ഈ ഒരു മാങ്ങയും പുളിയവരെയൊക്കെ ഇട്ട ആ ഒരു കറിയും കൂട്ടി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നാട്ടോ കഴിച്ചേ. അപ്പോൾ അച്ഛനും ഇതേ ടേസ്റ്റ് ചെയ്യണം. അച്ഛനും ഭയങ്കര ഇഷ്ടമുള്ള സംഭവം തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഉച്ചയ്ക്ക് വെച്ച ഉപ്പേരിയും കൂടെ ചേർത്ത് ഞാൻ കഴിക്കുകയാണ്. ഭയങ്കര വിശപ്പുണ്ടായിരുന്നു. പിന്നെ ഈ ഇൻട്രോവേർട്ടിൻ്റെ കാര്യം പറയണ്ടല്ലോ. അവൻ പിന്നെ ക്യാമറ കണ്ട പിന്നെ അവൻ സൈലൻ്റ് ആണ്. അപ്പോൾ എല്ലാ വീഡിയോസിലും എന്നെ കണ്ട നല്ല പരിചയം ഉണ്ടാവും. പിന്നെ എൻ്റെ കാര്യം പറയണ്ടല്ലോ, എൻ്റെ തീറ്റ കണ്ടാൽ മനസ്സിലാവുന്നുണ്ടാവും എനിക്ക് എത്രത്തോളം ഈ ഒരു സംഭവം ഇഷ്ടമാണെന്നുള്ളത്. അങ്ങനെ ഞാൻ ആസ്വദിച്ച് കഴിക്കുകയാണ്. പക്ഷെ കുറച്ച് ഹറിയപ്പായിട്ടാണ് കഴിക്കുന്നത്. കാരണം ഇത് കഴിച്ച് കഴിഞ്ഞ് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പോകാനുണ്ട്. അപ്പോൾ എല്ലാവരും എല്ലാവരും കഴിച്ചു കഴിഞ്ഞു, ഞാൻ ലാസ്റ്റാണ് കേട്ടോ. പിന്നെ ഇങ്ങനെ സ്പീഡ് കഴിക്കുന്നത് നമുക്ക് പോകാൻ ഭയങ്കര ഹറിയപ്പായതുകൊണ്ടാണ്. പിന്നെ ഈ ഒരു ഡ്രസ്സിൽ ഒരുപാട് വീഡിയോ ചെയ്യണമെന്ന് നമുക്കുണ്ടായിരുന്നു. പക്ഷേ എന്തോ സാഹചര്യം കൊണ്ട് അതിനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കറക്കം കഴിഞ്ഞ് ഞങ്ങൾ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഉച്ചയത്തെ ലഞ്ച് കഴിക്കണം. അപ്പോൾ ഇന്നത്തെ വിഭവങ്ങൾ എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം. 2 ടൈപ്പ് അച്ചാറുണ്ട്. പിന്നെ ഞാൻ രാവിലെ പറഞ്ഞ കറി, തൈര്, ഒരു തേങ്ങ പ്ലസ് മാങ്ങ ചമ്മന്തി, പുളി ഇഞ്ചി, പിന്നെ രാവിലെ പറഞ്ഞ കടലുപ്പേരി, പിന്നെ പടുവളങ്ങ ഉപ്പേരി, പപ്പടം, ചോറ്. അപ്പോൾ എല്ലാം പാടി ഇതേ സാധനം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം പാടി ഇതെല്ലാവരും ചേർന്നിരുന്ന് കഴിക്കുകയാണ്. അപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. ഫുൾ അലച്ചിലായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ എഗെയിൻ എനിക്ക് വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴിച്ചു. ഏട്ടനും ലഞ്ച് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇനി വായോ കുറച്ച് എൻ്റെ പട്ടി ഷോ കാണാം. അപ്പോൾ ഇനി ഞാൻ കഴിക്കട്ടെ. അപ്പോൾ കുറച്ച് ക്യൂട്ട് എക്സ്പ്രഷൻസ് വാരി എറിഞ്ഞുകൊണ്ട് ഞാൻ കഴിക്കുകയാണ്. അപ്പോൾ നമുക്ക് കഴിക്കേണ്ട ആ ഒരു രീതി നോക്കട്ടോ. മാങ്ങ കറിയിൽ നിന്നുള്ള ആ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ കറിയിലുള്ളൊരു വെളുത്തുള്ളി എടുത്തു, പുളി ഇഞ്ചി എടുത്തു, കുറച്ച് പപ്പടം, പിന്നെ ഞാൻ എടുക്കുന്നത് എന്താ സാധനം, അച്ചാർ, വെളുത്തുള്ളി അച്ചാർ, പിന്നെ കടലുപ്പേരി,
പടുവലങ്ങ ഉപ്പേരി, എൻ്റെ അവിയൽ വന്ന് തോരൻ വന്നു, പിന്നെ എന്താ പറയുക മാങ്ങ ചമ്മന്തി, അങ്ങനെ. പിന്നെ ഇത് വെച്ചെല്ലാം കൂടെ കുഴച്ചില്ല കേട്ടോ, കയ്യിൽ ഇങ്ങനെ വരുമ്പോൾ ചന്ത ഉണ്ടാവില്ല കാണാൻ. അപ്പം ഞാൻ കുറച്ചിങ്ങനെ എടുത്ത്, പക്ഷെ എന്നാലും ഉണ്ടല്ലോ പൊന്നും മൊന്നും നല്ല ടേസ്റ്റ് ആയിരുന്നു കഴിക്കാൻ. ഒരുപാട് വിശപ്പുള്ളതുകൊണ്ടാണോ എന്താണെന്ന് അറിയില്ല, ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. ഈ ഒരു ലഞ്ച് ആസ്വദിച്ച് കഴിച്ച് ഞങ്ങൾ എല്ലാവരും നേരെ പോയി ഇങ്ങോട്ടെന്നറിയോ, കിടന്നുറങ്ങാൻ. വയറ് ഫുള്ളി ഇങ്ങനെ നിറച്ച് കിടന്നുറങ്ങുമ്പോൾ കിട്ടുന്ന ആ ഒരു സുഖം ഉണ്ടല്ലോ, ആഹാ. അങ്ങനെ ഉറങ്ങി എണീറ്റ് വീണ്ടും ഫ്രഷപ്പായി ഞങ്ങൾ നേരെ അമ്പലത്തിലോട്ട് പോയി. അത് കഴിഞ്ഞ് ഞങ്ങൾ ചന്ദ്രനഗറിലുള്ള ആഹാ ബൺ പൊറോട്ടയിലായിട്ടാണ് പോയത്. എന്തിനാണെന്നറിയോ, വിഷുവിൻ്റെ വ്രതം മുറിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് ഐറ്റംസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ ആക്രാന്തം മൂത്തോണ്ട് ഒന്നും ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റിയില്ല. അപ്പോൾ നമ്മൾ തൽക്കാലം ഷൂട്ട് ചെയ്ത ഫസ്റ്റ് വന്ന കുറച്ച് ഡിഷസ് ആണ് കേട്ടോ. അതിൽ ചിക്കൻ ചിന്താമണി എന്ന് പറഞ്ഞൊരു സാധനം, ബൺ പൊറോട്ട, ദോശ, അതൊക്കെ കഴിഞ്ഞ് നേരെ സിനിമ മരണമാസ്. അപ്പോൾ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നില്ല, പിന്നെ അമ്മയുടെ ഫാമിലി ആയിട്ടാണ് പോയത്. അപ്പോൾ ബേസിൽ കുഴപ്പമില്ല, പടം കുഴപ്പമില്ല, നമുക്ക് കണ്ടിരിക്കാം, വൺ ടൈം വാച്ചാണ്. അപ്പോൾ ഞങ്ങൾ ദേ 4 പേരും സ്വരും അമൃതേഷാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ സിനിമയൊക്കെ കഴിഞ്ഞ് വന്നു. രാത്രി സെക്കൻഡ് ഷോ ആയതുകൊണ്ട് തന്നെ വീട്ടിലെത്താൻ ഭയങ്കരമായിട്ട് ലേറ്റായി. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ അതിൻ്റെ വീഡിയോ വിഷുവിന് എടുക്കുന്ന വീഡിയോ ആണെങ്കിൽ ഒരിക്കലും അത് വിഷുവിന് അപ്ലോഡ് ചെയ്യില്ല, അത് കഴിഞ്ഞ് ഓണം ആകുമ്പോഴേക്കും നമ്മൾ അപ്ലോഡ് ചെയ്യും. ഞങ്ങള് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പേരിൽ എഡിറ്റിംഗ് ഭയങ്കരമായിട്ട് പെട്ടെന്ന് ചെയ്യുന്നോണ്ടേ കുറച്ച് ലാഗ് അടിക്കാറുണ്ട്. അതാണ് സംഭവം ഉണ്ടായത്. അപ്പൊ നമ്മളിപ്പോ ഉദ്ദേശിക്കുന്നത് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാനാണ്. ഒന്നുമില്ല, നമ്മള് ചുമ്മാ ഒരു കണ്ടന്റ്, സത്യം പറഞ്ഞാൽ നമുക്ക് വിഷു ദിവസം കണ്ടന്റ് നേരെ എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവില്ല. ഫുൾ ഹറിബറി ആയിട്ട് നമ്മൾ ഓടുന്നോണ്ട് തന്നെ നമുക്ക് വീഡിയോ എടുക്കണം എന്നൊരു മൈൻഡ് സെറ്റ് ഉണ്ട്, പക്ഷെ അത് എന്താ കംപ്ലീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ കുറച്ച് നേരം നമ്മളിപ്പോ ഫുഡൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാൻ നിൽക്കും, അത് കഴിഞ്ഞപ്പോ നമുക്ക് മറക്കും നമ്മൾ വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണെന്നുള്ള സംഭവം നമ്മൾ മറക്കും, പിന്നെ കണ്ടിന്യൂഷൻ ഉണ്ടാവില്ല. കുറെ കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോഴായിരിക്കും നമുക്ക് ഓർമ്മയില്ല നമ്മൾ വീഡിയോ രാവിലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പൊ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ അങ്ങനെയാണ് പല വീഡിയോസും നമ്മുടെ ഫ്ലോപ്പ് ആയി പോകുന്നത്. പിന്നെ എനിക്ക് തന്നെ സ്വയം ബോധ്യപ്പെടുന്നുണ്ട് നമ്മുടെ വീഡിയോസ് പോകെ പോകെ ഭയങ്കര മോശമായിട്ട് വരുന്നുണ്ട്. അതായത് ഒരു ക്വാളിറ്റി ഇല്ലാതെ, ഒരു പ്രോപ്പർ ആയിട്ടൊരു കണ്ടന്റ് ഇല്ലാതെ ആയി വരുന്നുണ്ടെന്ന് എനിക്ക് തന്നെ തോന്നാറുണ്ട്. ഒരു വീഡിയോക്ക് കാണാൻ രസം കുറവാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് ഈ ഒരു ടൈമിന്റെ ഇഷ്യൂസും വേറെ കുറച്ച് തിരക്കുകൾ കാരണമാണ് നമുക്ക് അങ്ങനെ ഉണ്ട്. അപ്പൊ നമ്മള് ഇതില് എന്താ പ്രോപ്പർ ആയിട്ട് ഇൻക്ലൂഡ് ആവണം എന്ന് വിചാരിക്കുന്നുണ്ട്, പക്ഷെ പല തിരക്കുകൾ കൊണ്ടും സാഹചര്യം കൊണ്ടും പറ്റാറില്ല. അല്ല, ഞങ്ങൾ പരമാവധി അങ്ങനെ ഇതിൽ ഇൻക്ലൂഡ് ആവാൻ ശ്രമിക്കാം. ഓരോരോ തിരക്കുകൾ വിട്ടിട്ട് അതാണ് ഉണ്ടായത്. യെസ്, അപ്പൊ നമ്മൾ കൂടുതൽ ലാഗ് ആക്കുന്നില്ല. അപ്പൊ ചുമ്മാ ഒരു വൈൻഡ് അപ്പ്, നമ്മളൊരു കൺക്ലൂഡ് ചെയ്യാന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. തന്നെയാണ് കൺക്ലൂഷൻ ഒക്കെ ഇത്രേ ഉള്ളൂ. അപ്പൊ നമ്മുടെ വീഡിയോസ് കാണുന്നവര് ദയവ് ഇത് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്താലേ നമുക്ക് എന്തുള്ളൂ അടുത്ത വീഡിയോ ചെയ്യാൻ എന്താവുള്ളൂ പ്രചോദനമാവുള്ളൂ. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒരു നമ്മുടെ കമന്റ് സെക്ഷനിൽ അടുത്ത വീഡിയോക്ക് കണ്ടന്റ് ആയിക്കോട്ടെ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാവുന്നതാണ്. അത് നിങ്ങൾ സജസ്റ്റ് ചെയ്യാൻ നമുക്കത് ചെയ്യാനുള്ളൊരു ത്വര വരും. നമ്മൾ കമന്റ് ബോക്സ് നിങ്ങൾക്കിനെ നോക്കി അറിയാം, ഒന്നും ഉണ്ടാവില്ല. കമന്റ് നമ്മൾ പകുതിയും ചിലപ്പോ ആരെങ്കിലും ഒന്ന് ഇടുവോ എന്നൊക്കെ ചോദിക്കും. നമ്മൾ പറഞ്ഞിരിപ്പിക്കുന്നില്ല, കമന്റ് ഒക്കെ ഇടൂട്ടോ എന്ന് പറയുമ്പോൾ ചിലർ ഹാർട്ടൊക്കെ ഇടാറുണ്ട്. ഹാർട്ട് കൂടുതൽ വരാറുണ്ട് കേട്ടോ, പച്ച നിറത്തിലുള്ള നീല നിറത്തിലുള്ള ചുവപ്പൊക്കെ ഹാർട്ടുകൾ ധാരാളം കളർ തരാതരം വരാറുണ്ട്. അപ്പൊ നമ്മൾ എന്തെങ്കിലും എഴുതി കുറച്ച് കണ്ടന്റ്, നിങ്ങളൊരു കണ്ടന്റ് രൂപയാണ് നമുക്ക് ഇടുമ്പോ നമുക്കത് വീഡിയോ കാണുന്ന നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താണ്, ഞങ്ങളത് നിർത്തിപ്പൂട്ടി പോണോ അതോ കണ്ടിന്യൂ ചെയ്യണോ, നമുക്കൊരു ബോധം വരും. അപ്പോ അങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യണം. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നമ്മൾ സാധാരണ ഇത് പറയാത്താണ്, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക, അത്രേ നമ്മൾ പറയാറുള്ളൂ. പിന്നെ നമ്മളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഇതിലുണ്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ്. അപ്പോ നമുക്കിനി കഴിഞ്ഞു. അപ്പോ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരുമൊന്നുമില്ല, എന്നാലും അതെ ഉടനെ വരുമൊന്നുമില്ല, എന്നിരുന്നാലും വരാനുള്ള പ്രതീക്ഷയോടുകൂടി ശുഭദിനം അല്ലെ, ശുഭദിനം. ഓക്കെ, അപ്പൊ ബൈ.